Praise the Lord. Hallelujah. Gospel Church of God in Christ Jesus. ആപമൂല്യത്തിൽ നടക്കുന്ന ഈ പരസ്യയോഗം ഈ മൈക്കിൻ്റെ പരിധിക്കുള്ളിൽ കേൾക്കുന്ന പരസ്യയോഗത്തിൽ മൈക്കിൻ്റെ പരിധിക്കുള്ളിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഈ ദേശത്തോടും ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള ഒന്നേ ഉള്ളൂ. പ്രേക്ഷകരോട് മാനസാന്തരപ്പെടുവിനി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ ആമേൻ, ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ സർവ്വസൃഷ്ടാവും സർവ്വജ്ഞാനി സർവ്വവ്യാപിയുമായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞതുപോലെ ഞങ്ങളും വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു വരാറായി. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് തന്നെ ഹല്ലേലൂയ ലോകത്തുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നേരത്തെ കേട്ടുവല്ലോ, ഒരു മദ്യപാനിയായിരുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിന് ദൈവം വരുത്തിയൊരു മാറ്റം. ഇന്ന് ലോകത്തിൽ പല പാപങ്ങളിൽ അകപ്പെട്ടു. പാപം എന്ന് പറയുമ്പോൾ ദൈവം വെച്ചിരിക്കുക, മനുഷ്യന് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അവൻ നല്ലവനായി ജീവിച്ച് അവൻ നല്ലവനായി മരിച്ച് ദൈവത്തോടുകൂടെ വാഴുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ നാം ദൈവം വച്ചിരിക്കുന്ന പ്രമാണം വിട്ട് മറ്റ് പല കാര്യങ്ങളിൽ അകപ്പെട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ട്, മദ്യപാനത്തിലും മയക്കുമരുന്നുകളിലും ലഹരി പദാർത്ഥങ്ങളിലും അതുപോലെ വിചാരത്തിലും കൊള്ളയിലും കൊലയിലൊക്കെ അകപ്പെട്ട് മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ മനസ്സിനെ അശുദ്ധമാക്കി, അവൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കി കഴിഞ്ഞാൽ അവന് മരിച്ചു കഴിഞ്ഞാൽ അവന് നിത്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുകയും എന്ന് ആമേൻ സാധുക്കളായ ദൈവത്തിൻ്റെ ജനം ഓരോ കോണുകളിൽ നിന്നും വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാകാനാണ് ഈ വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുക. മനുഷ്യന് ശരീരം മാത്രമല്ല, അവനൊരു ആത്മാവുണ്ട്, അവനൊരു മനസ്സുണ്ട്, അവനൊരു ശരീരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരം ഒന്നുകിൽ ഇവിടെ അടക്കപ്പെടുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ശരീരം എന്തായാലും മണ്ണിൽ ആമേൻ ചീഞ്ഞു പോകും. എന്നാൽ അവൻ്റെ ആത്മാവും ദേഹിയും മരണാനന്തരം എവിടെ പോകുന്നു എന്നുള്ളതാണ് മുഖ്യം. ഇത് പറയാനാണ് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ആത്മാവും ദേഹിയും ഇവിടെ വെച്ച് ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തി അവനൊരു നല്ല മനുഷ്യനായി തീർന്നാൽ മാത്രമേ അതിപരിശുദ്ധനായ ദൈവത്തോടുകൂടി സ്വർഗത്തിൽ വസിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലാതെ വരികയിൽ അവൻ്റെ ആത്മാവും ദേഹിയും മരിക്കുമ്പോൾ അവനെ ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് പാപം ചെയ്യിപ്പിക്കുന്ന ദുരാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ, പൈശാചിക സമൂഹം കിടക്കുന്ന നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ആമേൻ, നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ദൈവമക്കൾ എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത് എല്ലാവരും ആമേൻ സഹോദരങ്ങളാണ്, സഹോദരവർഗങ്ങളാണ്. ആരുടെയും ആത്മാവും ദേഹി നശിച്ചു പോകാതിരിക്കാനാണ് ഞങ്ങൾ ഈ സുവാർത്ത അറിയിക്കുന്നത്. എന്താണ് സുവാർത്ത? ദൈവം മനുഷ്യനായി, ദൈവം ദേഹരൂപത്തിൽ വന്നതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്തിനാണ് മനുഷ്യനെ വേഷം ധരിച്ച് ഭൂമിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അവന് ശരീരവും രക്തവും ഉള്ളവരായിട്ടാണ് ജനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ മനസ്സുകൊണ്ടും അവൻ്റെ ആത്മാവ് കൊണ്ടും ചെയ്യുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ആ പാപത്തിൻ്റെ മാനസാന്തരം കൊടുത്ത് അവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കോ ഒരു കർമ്മങ്ങൾക്കോ ക്രിയകൾക്കോ ഒന്നിനും സാധ്യമല്ല. അങ്ങനെ മനുഷ്യനെ രക്ഷിപ്പാൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. എന്തിനാണ് യേശു ക്രിസ്തു മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ രക്തം ചൊരിഞ്ഞുള്ള യാഗം നടക്കണം. അപ്പോൾ രക്തം ചൊരിഞ്ഞുള്ള യാഗം നടക്കണമെങ്കിൽ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ ആ പാപമോചനം നടക്കത്തുള്ളൂ. മനുഷ്യർക്ക് പാപികളാണല്ലോ. അപ്പോൾ പാപിയായ ഒരു പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല. കുരുടനെ നയിക്കാൻ കഴിയാത്തതുപോലെ പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം താൻ മനുഷ്യപുത്രനായി അഥവാ ദൈവപുത്രനായി മാനുഷ്യവേഷത്തിൽ വന്നതുകൊണ്ട് മനുഷ്യപുത്രനായി ദൈവപുത്രനായി എന്ന് പറയുന്നു. അങ്ങനെ വന്നതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ആ രക്തം, ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞ്
ആമേൻ സകല മാനവരാശിക്കും വേണ്ടി അവരുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുന്നവർക്കാണ് ആത്മരക്ഷ, മനോരക്ഷ, നിത്യരക്ഷ, ജീവരക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഭൂമിയിൽ വെച്ച് വിളിച്ചു പറയുമ്പോൾ പലർക്കും ഇതൊരു പുച്ഛമായിട്ട് തോന്നാം, അതല്ലെങ്കിൽ അവിശ്വസനീയമായിട്ട് തോന്നാം, അതല്ലെങ്കിൽ വെറുതെ വിളിച്ച് പറയുന്നെന്നും തോന്നാം. ദൈവം മനുഷ്യനാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മനുഷ്യവേഷത്തിൽ വരാൻ കഴിയും. സ്വർഗാതിസ്വർഗവും ആകാശവും ഭൂമിയും സർവ്വവും സൃഷ്ടിച്ച ദൈവത്തിന് ആമേൻ മനുഷ്യവേഷത്തിൽ വന്നതിൻ്റെ തെളിവാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രമേ, ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ മനസ്സിന് വ്യത്യാസം വരുന്നുള്ളൂ. നേരത്തെ കേട്ടതുപോലെ മദ്യപാനത്തിന് അടിമയായിരുന്ന ഒരു സാറിൻ്റെ അനുഭവം പറഞ്ഞത്. അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരുന്നു. അദ്ദേഹത്തിന് മദ്യം ഉപേക്ഷിക്കണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് വേണമായിരുന്നു. ശരീരം എപ്പോഴും അത് ആവശ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്യത്തിന് അടിമയായി കഴിഞ്ഞു. അതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, സമയമാകുമ്പോൾ അദ്ദേഹം മദ്യപിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ പാപവും മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ആ പാപം ചെയ്യിപ്പിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ആ ദുരാത്മാക്കളാണ് പാപം ചെയ്യിപ്പിക്കുന്നത്. അതിന് അടിമയായി കഴിഞ്ഞാൽ ആ അടിമത്വത്തിൽ നിന്ന് വിടിവിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വേറൊരു മനുഷ്യർക്ക് കഴിയില്ല, ഉപദേശങ്ങൾക്ക് കഴിയില്ല, നേർച്ചകൾക്കും കാഴ്ചകൾക്കും കഴിയില്ല, മറ്റൊന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആമേൻ സാക്ഷാൽ ദൈവം ആരെന്നറിഞ്ഞു, ജീവനുള്ള ദൈവം ആരെന്നറിഞ്ഞു, ജീവിപ്പിക്കുന്ന ദൈവം ആരെന്നറിഞ്ഞു, ആ ദൈവത്തിൻ്റെ മുമ്പിൽ മടക്കിയാൽ മാത്രമേ നമുക്ക് മാനസാന്തരപ്പെടാൻ സാധിക്കത്തുള്ളൂ. മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യനും ആമേൻ മരണാനന്തരം ദൈവത്തിൻ്റെ അടുക്കൽ പോകാൻ കഴിയത്തില്ല. മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു, മരിച്ചു, ആമേൻ സുഖകരമായി മരിച്ചു, അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നു എന്നുള്ള ധാരണയാണ് പലർക്കും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അതിന് അന്തമില്ല. പ്രൈസ് ദി ലോർഡ്. അതിനൊരു അവസാനമില്ല. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആത്മാവിന് ഒരു അവസാനവുമില്ല. പ്രൈസ് ദി ലോർഡ്. മരിച്ചു കഴിഞ്ഞാൽ അവന് അവസാനമില്ല. ആ ആത്മാവ് ഒന്നിലും ദൈവത്തോടുകൂടെ നിത്യനിത്യയുഗം വാഴും, അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന പിശാചിനോടുകൂടെ നിത്യനിത്യയുഗം നരകത്തിൽ വാഴും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ രക്ഷിക്കാൻ കഴിയുന്ന, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ രക്ഷിക്കാൻ കഴിയുന്ന ഏക ദൈവം മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന ആമേൻ ദൈവം താൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തെ മാറ്റിവെച്ചുകൊണ്ട്, ആ തേജസ്സിനെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമെങ്കിൽ, ആ യേശു ക്രിസ്തു നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ, ആമേൻ ഈ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കും, നമുക്ക് ആലോചനകൾ പറഞ്ഞു തരും, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തരും. ആ രീതിയിൽ നമുക്ക് ദൈവത്തെ കാണുവാനും, ദൈവത്തെ കേൾക്കുവാനും, ദൈവത്തെ അറിയുവാനും, ദൈവത്തെ സേവിക്കുവാനും കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയ വാത്സല്യ കുഞ്ഞുങ്ങളെ, ആമേൻ മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ വിലപിക്കുകയാണ് തങ്ങളുടെ തലമുറകളെ കുറിച്ച്. എന്തുകൊണ്ട്? പലപ്പോഴും ആമേൻ മറ്റുള്ളവർ ചോദ്യം ചെയ്യും, നേരെ വളർത്താത്തത് കൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഏത് മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാവരും കുഞ്ഞുങ്ങൾ പഠിക്കണം, നല്ല മാർക്കോട് ജയിക്കണം, നല്ല ജോലിയിൽ കയറണം, നല്ല കുടുംബജീവിതം നയിക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. എന്നാൽ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ, ലോകത്തിൻ്റെ പല കാഴ്ചകളിലും അതുപോലെ പല അനുഭവങ്ങളിലും കടന്നു നിന്ന് അവരുടെ ജഡത്തിന് കൊടുക്കുന്ന സുഖങ്ങൾ, സ്വയം സുഖം തേടി പോകുമ്പോൾ അവർ ദൈവത്തെ അറിയാതെ പോകുന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾ കുരുങ്ങി ആമേൻ സ്തോത്രം പലപ്പോഴും നിരാശപ്പെട്ട്, മാനസികമായി ഹൃദയപരമായി നിരാശപ്പെട്ട് മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും നിത്യമരണത്തിലേക്കും പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്താണ് ആത്മഹത്യ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? നിരാശ വരുമ്പോൾ, പ്രത്യാശ ഇല്ലാതാകുമ്പോൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് ലഭിച്ച ആത്മാവിനെ അവരതിനെ നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവിന് മോചനം കിട്ടാതെ പോകുന്നു. ഇവിടെ നമ്മൾ കർമ്മങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ ഒരാളെ ഒരിക്കലും ആർക്കും സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതുപോലെ ഇവിടെ പല വ്യഭിചാരവും കൊലയും എന്ന് വേണ്ട പല പാപ സ്വഭാവങ്ങളിലും യുവതലമുറകൾ അകപ്പെട്ടു പോകുന്നു. ഇങ്ങനെ വാർദ്ധക്യത്തിനായിട്ട്
ജീവിക്കുന്നവർ പോലും പലപ്പോഴും പാപങ്ങൾ അകപ്പെട്ടു പോകുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താ? ദൈവത്തെ വേണ്ടുമെന്ന് അറിയുന്നില്ല. ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ല. എന്തിനെങ്കിലും പറയിൽ കടന്നു ചെല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമെന്ന് പറഞ്ഞ് പലരെയും സേവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം സംസാരിക്കാൻ കഴിയുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ദൈവത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഥ ഒരു കഥ പോലെ കേൾക്കരുത്. പ്രൈസ് ദി ലോർഡ്. വാസ്തവമായി ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ജീവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ജീവിക്കുന്ന ദൈവം സംസാരിക്കും. ജീവനുള്ള ദൈവത്തിനെ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മൈക്കം പിടിച്ചു നിന്ന് ഞങ്ങളിങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ജീവനുള്ളത് കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ജീവനുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമുക്കൊരു മാനസാന്തരം തരും. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കും. പാപമോചനം നൽകും. പാപമോചനം നൽകുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. ലോകത്തിന് വേറെ ആർക്കും പാപമോചനം നൽകുവാൻ അധികാരം. പാപമോചനം ലഭിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിത്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കാൻ പറയുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ, അതിനകത്ത് എഴുതിയിരിക്കുന്ന വചനങ്ങൾ, അത് നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നു, നിത്യതയിലേക്ക് നയിക്കുന്നു, നിത്യജീവനിലേക്ക് നയിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് നാം മനസ്സിലാക്കി കേൾക്കുകയും പ്രസംഗിക്കാൻ ആളുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് എന്തിനാണ് പ്രസംഗിക്കുന്നത്? പ്രസംഗത്തിലൂടെ കേൾവിക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. ഈ കേൾവിയിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നടക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിപ്പ് നടക്കുന്നത് ദൈവവചനത്തിലൂടെ നടക്കുന്നത്. അപ്പം ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ അന്വേഷിക്കും. ദൈവം ആരെന്ന് അന്വേഷിക്കും. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പാരമ്പര്യത്തിൽ യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു മാത്രമല്ല, പലരും ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശു മാത്രമാണ് സത്യദൈവമെന്ന് ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച എനിക്കറിയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനം ആമേൻ പലരിലൂടെ കേട്ടപ്പോൾ ആമേൻ ഞങ്ങളുടെ വേദപുസ്തകം തുറന്ന് വായിക്കാനിടയായിരുന്നു. ആമേൻ അതിന് മുമ്പ് വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ വായിക്കുമ്പോൾ ജീവനുള്ള ദൈവം മാത്രമാണ് യേശു ക്രിസ്തു എന്ന് മനസ്സിലായി. അങ്ങനെ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിനോട് ഒരു വ്യത്യാസം വന്നു. തകർച്ചകൾ മാറി, മനസ്സിൻ്റെ തകർച്ചകൾ മാറി, ഹൃദയത്തിനേറ്റുന്ന മുറിവുകൾ മാറി. ആ മുറിവുകൾ മാറ്റിയതാരാ? ക്രൂശിൽ കർത്താവ് ചൊരിയപ്പെട്ട കർത്താവിൻ്റെ രക്തത്താലാണ്. കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മനുഷ്യൻ്റെ പാപം സംബന്ധിച്ചാണ്. ആ മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ടാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. അപ്പോൾ ആ കാൽവരി ക്രൂശിൽ ചൊരിയപ്പെട്ട ആ രക്തത്തിലൂടെയാണ് മനുഷ്യന് പാപമോചനം. യേശു ജനിച്ചില്ലായിരുന്നുവെങ്കിൽ, യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം താൻ മനുഷ്യപുത്രനായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ആ ചൊരിയപ്പെട്ട തിരുരക്തത്തിലൂടെയാണ് പാപമോചനം നടക്കുന്നത്. ഇത് വിശ്വാസത്താൽ നാം സ്വീകരിക്കുമ്പോൾ കർത്താവിനെ യേശു നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു സ്വർഗത്തിൽ ഇരിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് നിശ്ചയമായിട്ടും ആമേൻ പാപമോചനവും മാനസാന്തരവും പാപമോചനവും നിത്യതയും ലഭിക്കുന്നത്. അപ്പോൾ സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ ഇത് നാം കേൾക്കുന്നില്ല, നാം ഇത് അറിയുന്നില്ല, ഈ സത്യം അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപം സംബന്ധിച്ച്, നമ്മുടെ പാപം സംബന്ധിച്ച് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ പാപത്തെ കർത്താവ് ക്രൂശിൽ തറച്ചു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപം നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് ആമേൻ കർത്താവിൻ്റെ രക്തം മായ്ച്ചു കളയുന്നു. അങ്ങനെ മനുഷ്യൻ പാപത്തിന് വിമോചകനാകുന്നു. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. എന്നാൽ ആ മരണം, നിത്യമരണം, രണ്ട് മരണമുണ്ട്.
ഒന്ന് ശാരീരിക മരണം, 3 മരണം. ഒന്ന് ശാരീരിക മരണം, 2 ആത്മീയ മരണം, 3 നിത്യമരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശാരീരിക മരണം സംഭവിച്ചു കഴിയുമ്പോൾ തന്നെ ആ നിമിഷത്തിൽ തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ആത്മാവും പ്രാണനും വിട്ടുപോകുമ്പോൾ അവൻ ഒന്നുകിൽ സ്വർഗത്തിൽ പോകുന്നു, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ആത്മീയ ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മാവ് സജീവമാകുന്നു. അവിടെ യേശുവുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ യേശുവുണ്ട്. യേശു വന്നു കഴിഞ്ഞാൽ അവന് മാനസാന്തരം ഉണ്ടാകും. ആമേൻ, സ്തോത്രം. അവന് തെറ്റുകൂടാതെ ജീവിക്കാനുള്ള ആത്മപ്രേരണ ഉണ്ടാകും. ദൈവശക്തി അവന് ദൈവം പകർന്നു കൊടുക്കും. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതാണ് ഏറ്റവും വലിയ രക്ഷയുടെ മാർഗം. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരെ രക്ഷിപ്പാൻ കഴിയുന്ന ഏക നാമം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ വചനമാണ്, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാണ് പാപം കൂടാതെ ജീവിക്കാൻ നമുക്ക് കഴിയുന്ന ഏക മാർഗം. അപ്പം അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും. യേശുവിൻ്റെ പേരാണ് സമാധാനത്തിൻ്റെ പ്രഭു, സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ രാജാവ്. എത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ കഴിയുന്നു, എത്രയോ മാതാപിതാക്കൾ സമാധാനമില്ലാതെ മക്കളെ കൊണ്ട് കഴിയുന്നു, എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഴക്കുണ്ടാക്കി ഡിവോഴ്സിലേക്ക് കിടക്കുന്നു. കാരണം എന്താ? സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ഒരു സമാധാനമോ സന്തോഷമോ സ്വസ്ഥതയോ ശരിയായി പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു ഈ ദേശത്തിന് സമാധാനം തരട്ടെ. സമാധാനത്തിൻ്റെ ദൈവമായ കർത്താവ് ഈ ദേശനിവാസികളോട് ഇടപെടട്ടെ. സമാധാനത്തിൻ്റെ ദൈവം ഈ ദേശനിവാസികളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രൂശിൽ ചൊരിയപ്പെട്ട കർത്താവിൻ്റെ രക്തം ഈ ദേശത്തിലെ ജനത്തിൻ്റെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും രക്ഷ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ആശംസിക്കുന്നു. ആമേൻ. ദൈവം താൻ മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ഭാഗം ദൈവം കറക്റ്റ് ചെയ്തു മനുഷ്യനെ വീണ്ടും അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. അമ്മയെ പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യന്റെ ഭാഗം മനുഷ്യൻ ചെയ്യണം. എന്താണ് മനുഷ്യന്റെ ഭാഗം? അവൻ ഈ ദൈവത്തെ ഇവിടെ വെച്ച് കേട്ട് കണ്ടു മനസ്സിലാക്കി ഗ്രഹിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചാൽ മാത്രമേ അവന് മരണാനന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ മൈക്കിനുള്ളിൽ ഈ മൈക്കിൻ്റെ പല്ലിക്കുള്ളിൽ കേൾക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മാനസികമായോ ആത്മീയമായോ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഈ പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്പർ വാങ്ങി ഇവരോട് പ്രാർത്ഥന അപേക്ഷിച്ചാൽ, പ്രാർത്ഥനയ്ക്കായിട്ട് പറഞ്ഞാൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നും മറുപടി തരാൻ കഴിയില്ല, എന്നാൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാത്തിനും മറുപടി തരാൻ കഴിയും. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് സകലതും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിനാണ് ബുദ്ധിമുട്ട്, ശരീരത്തിന് രോഗങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, ആത്മീയമായിട്ടാണ് ബുദ്ധിമുട്ട്, ദൈവത്തെ കൂടുതൽ അറിയാനാണോ ആഗ്രഹം, എന്താണെങ്കിലും നിങ്ങൾ സ്വത്രയും ഈ മിഷൻ വർക്കുമായിട്ട് സഹകരിക്കുകയോ അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും മറുപടി യേശു ക്രിസ്തുവിനുണ്ട്. എല്ലാത്തിൻ്റെ ഉത്തരം യേശു ക്രിസ്തുവിന്. ഇവിടെ യുദ്ധങ്ങൾ നടക്കുന്നു, യുദ്ധശ്രുതികൾ വർദ്ധിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? എല്ലാവർക്കും എല്ലാം കെട്ടിപ്പടുക്കണം. എല്ലാവരും വിചാരിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാം അടക്കി പാടാന്ന്. അല്ലെങ്കിൽ എന്നാൽ അത് നടക്കുന്നില്ല. യേശു ക്രിസ്തു വരാതായി, യേശു ക്രിസ്തു വരും, യേശു ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പായി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ യേശുവിൻ്റെ ഭരണത്തിൽ സമാധാനം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശുവിന് മുമ്പ് യേശു വരാൻ സമയം അടുത്തത് കൊണ്ട് തന്നെ യുദ്ധങ്ങൾ വർദ്ധിക്കും, യുദ്ധശ്രുതികൾ വർദ്ധിക്കും. ഇവിടെ ഈ ലോകത്തെ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് ഒരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. ആ രാജാവിൻ്റെ കീഴിൽ പ്രൈസ് ദി ലോർഡ് അല്പകാലം സമാധാനം ഉണ്ടാകുമെങ്കിലും നരകതുല്യമായി മനുഷ്യൻ ജീവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിനൊക്കെ ഉള്ള അവസരങ്ങൾ മുമ്പിൽ കിടക്കുമ്പോൾ അതിന് മുമ്പായി യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ച് നിത്യതയിൽ പ്രവേശിപ്പാൻ ദൈവം എല്ലാവരും ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമി അതിൻ്റെ പൂർണ്ണതയും
ഭൂതലോകത്തിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകിയാൽ കർത്താവേ സ്തോത്രം, ജനം ഈ ദേശം സ്തോത്രം അങ്ങയെ കേൾക്കുവാൻ, കർത്താവിനെ കാണുവാൻ, അങ്ങ് അറിഞ്ഞ് ജീവിക്കുവാൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ.